നടിക്കെതിരായ ആക്രമണത്തിൽ പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാന പ്രതിയെ ഇനിയും പിടികൂടാനുണ്ട്. പോലീസ് ഫലപ്രദമായാണ് അന്വേഷിക്കുന്നതെന്ന് പൊതുസമൂഹത്തിനും നടിക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും ബോധ്യപ്പെട്ടതാണ്. അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നടിയുടെ നേരെ നടന്ന ആക്രമണം നടത്തിയ ഗൂണ്ടകൾ അവരെ നമുക്ക് പൂർണ്ണമായിട്ട് പിടിയിൽ കിട്ടണം. അത് അവരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കടക്കേണ്ടത്. നടിക്കെതിരായ ആക്രമണത്തിൽ പങ്കില്ലെന്നും ചിലർ തന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്നും ദിലീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പോലീസ് ചോദ്യം ചെയ്തുവെന്ന് പറയുന്ന നടൻ താനല്ല. വാർത്ത നൽകിയവർ നിജസ്ഥിതി വെളിപ്പെടുത്തണം. നിർമ്മാതാക്കളുടെ പുതിയ സംഘടന രൂപീകരിച്ചതിന് ചിലർ ക്രൂശിക്കുന്നുവെന്നും ദിലീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. നടിയെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പൾസർ സുനി തമിഴ്നാട്ടിലെന്ന് പോലീസ്. സുനിക്കൊപ്പം കൂട്ടുപ്രതി വിജീഷും തമിഴ്നാട്ടിലുള്ളതായാണ് വിവരം. പോലീസിന് മുന്നിൽ കീഴടങ്ങാമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് സുനിയുമായി തെറ്റിയതെന്ന് മണികണ്ഠൻ മൊഴി നൽകി. സുനിക്കും വിജീഷിനുമായി പോലീസ് തമിഴ്നാട്ടിൽ പരിശോധന ശക്തമാക്കി. നടിയെ ആക്രമിച്ചതിന് ശേഷം പൾസർ സുനിക്കും ആദ്യവസാനമുണ്ടായിരുന്ന മണികണ്ഠൻ കോയമ്പത്തൂരിൽ വെച്ചാണ് തെറ്റിപ്പിരിഞ്ഞത്. ഇതിന്റെ കാരണമാണ് മണികണ്ഠൻ പോലീസിനോട് പറഞ്ഞത്. കോയമ്പത്തൂരിൽ വെച്ച് പോലീസിന് മുന്നിൽ കീഴടങ്ങാമെന്ന് മണികണ്ഠൻ സുനിയോട് പറഞ്ഞു. എന്നാൽ പോലീസിൽ കീഴടങ്ങുന്നത് അപകടമാണെന്നും കോടതിയിൽ കീഴടങ്ങുന്നതാണ് നല്ലതെന്നും സുനി പറഞ്ഞു. ഇതിന്റെ പേരിൽ തമ്മിൽ തെറ്റുകയായിരുന്നുവെന്നാണ് മണികണ്ഠൻ മൊഴി നൽകിയത്. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സുനിയുടെ സഹോദരിയെക്കൊണ്ട് ഫോണിൽ വിളിപ്പിച്ച് പോലീസ് കീഴടങ്ങാൻ നിർദ്ദേശിച്ചു. എന്നാൽ അപകടം മനത്ത സുനി മുങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം അത്താണിയിൽ വെച്ച് നടിയുടെ വാഹനത്തിൽ ട്രാവലർ ഇടിപ്പിച്ചത് സുനിയാണെന്നും മണികണ്ഠൻ മൊഴി നൽകിയിട്ടുണ്ട്. ആദ്യം കാറിൽ കയറിയത് മണികണ്ഠനാണ്. പാലാരിവട്ടത്ത് വെച്ച് കാറിൽ കയറിയ സുനി നടിയെ ആക്രമിച്ചുവെന്നും മണികണ്ഠൻ മൊഴി നൽകി. കാറിൽ നിന്നിറങ്ങുമ്പോൾ നാളെ കാണണമെന്നും സുനി നടിയോട് പറഞ്ഞിരുന്നു. ഇത് ബ്ലാക്ക്മെയിലിംഗ് ആണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രമുഖ നടനെ ചോദ്യം ചെയ്തുവെന്ന വാർത്ത പോലീസ് നിഷേധിച്ചു. എന്നാൽ നടി അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ ചിലരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം മ്യൂസിയത്തിൽ യുവതി-യുവാക്കൾ തോളിൽ കൈയിട്ടിരുന്നതിനെ പിങ്ക് പോലീസ് ചോദ്യം ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിന് ഡിജിപി ഉത്തരവിട്ടു. തിരുവനന്തപുരം റേഞ്ച് ഐജി മനോജ് എബ്രഹാമിനാണ് അന്വേഷണ ചുമതല. സംഭവത്തിൽ ഖേദമുണ്ടെന്നും ഡിജിപി പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഡിജിപി ലോക്നാഥ് ബെഹ്റ ഇക്കാര്യം വ്യക്തമാക്കിയത്. നടിയെ ആക്രമിച്ച കേസിൽ പിടികൂടാനുള്ള വിജീഷ് തലശ്ശേരിയിലെ RSS ക്വട്ടേഷൻ സംഘാംഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇക്കാര്യം മറച്ചുവെക്കാനാണ് BJP മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടതു സംഘടനകൾ കൊച്ചിയിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നടൻ ദിലീപിനെ മാധ്യമങ്ങൾ വിചാരണ ചെയ്യുകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത സംവിധായകൻ കമൽ ആരോപിച്ചു. നടിക്കെതിരായി നടന്ന അതിക്രമം ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണ്. പിടികൂടാനുള്ള പ്രതികളിലൊരാളായ തലശ്ശേരി സ്വദേശി വിജീഷ് RSS ക്വട്ടേഷൻ സംഘത്തിലെ അംഗമാണെന്ന് കോടിയേരി പറഞ്ഞു. ഇത് മറച്ചുവെക്കാനാണ് BJP നേതാക്കൾ മറ്റാരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ വിജേഷിനെ കുറിച്ച് ഇപ്പോൾ ടിവിയിലൊക്കെ അടിച്ചു വരുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഒരു CPM-കാരനാണ്. അദ്ദേഹം ഒരു കേസിൽ പ്രതിയാണ്. അയാളുടെ അനുജനാണ് ഇയാൾ. അതുകൊണ്ട് CPM-ന്റെ ആളാണെന്ന് പ്രചരിപ്പിക്കുക. ആരാണ് ഈ വിജേഷ്? അയാൾ RSS-ന്റെ ക്വട്ടേഷൻ സംഘത്തിൽപ്പെട്ട ആളാണ്. ഇങ്ങനെയുള്ള ഒരാൾ ഈ കേസിൽ പ്രതിയായപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി BJP-ക്കാർ പ്രകടിപ്പിക്കുന്ന അമിതാവേശം അത് ജനങ്ങൾ തിരിച്ചറിയണം. സിദ്ധാർത്ഥ ഭരതനുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത KPSC ലളിത പറഞ്ഞു. തങ്ങളെ ചെളിവാരി എറിയാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും അവർ ആരോപിച്ചു. എന്റെ മകനെന്തോ ഇതിലെന്തോ വലിയ എന്തോ സംഭവിച്ചിരിക്കുന്നു, അവൻ എന്തൊക്കെ തെറ്റ് ചെയ്തു, ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ചെളിവാരി എറിയാൻ ഞങ്ങളെ പോലുള്ള ഈ നെറ്റും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നടൻ ദിലീപിനെ മാധ്യമങ്ങൾ വിചാരണ ചെയ്യുകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത സംവിധായകൻ കമൽ ആരോപിച്ചു. ദിലീപ് സത്യത്തിൽ ഒരുപക്ഷെ ഈ നമ്മളെല്ലാവരും പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരിയുമായിട്ട് ചില സിനിമയുടെ പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് പലതും തമ്മിലുണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്ന ആരോപണങ്ങൾ വളരെ വേദനാജനകമാണ്. മാധ്യമങ്ങൾ സൂപ്പർ പോലീസ് ആകേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. MC ജോസഫൈൻ, P സതീദേവി, P രാജീവ് തുടങ്ങി ഒട്ടേറെ പ്രമുഖരും ജനകീയ സദസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
മലയാള സിനിമാ മേഖലയിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്ന് ഫിലിം ചേംബർ. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളെയും ഗുണ്ടകളെയും അമർച്ച ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ഫിലിം ചേംബർ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചലച്ചിത്ര താരത്തിനെതിരെയുണ്ടായ അക്രമ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള ഫിലിം ചേംബർ പ്രമേയം പാസാക്കിയത്. നടിക്കെതിരെയുണ്ടായ അക്രമത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ പ്രമേയം സിനിമാ മേഖലയിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്നും ഇതിനുള്ള നടപടികൾ ഉടൻ വേണമെന്നും ആവശ്യപ്പെടുന്നു. സിനിമാ മേഖലയിൽ അഴിഞ്ഞാടുന്ന ഗുണ്ടകളെയും കൊട്ടേഷൻ മാഫിയകളെയും അമർച്ച ചെയ്യണം. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരും സിനിമാ സംഘടനകളും നടപടിയെടുക്കണമെന്ന ആവശ്യവും പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. സുനി മാത്രമല്ല, ഇത്തരത്തിൽ പലരും കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്. ഇത്തരക്കാരെ സിനിമാ സംഘടനകളിലേക്ക് അടുപ്പിക്കരുത്. അണിയറ പ്രവർത്തകരുടെ പശ്ചാത്തലം പരിശോധിച്ച് ആവശ്യമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ കൂടി ലഭിച്ച ശേഷമേ അംഗത്വം നൽകാവൂ. നടിയെ ആക്രമിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടണമെന്നും മാതൃകാപരമായ ശിക്ഷ നൽകിക്കൊണ്ട് സർക്കാർ സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തെ വരൾച്ചാ ബാധിത സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി സംഘം ദില്ലിക്ക്. സംസ്ഥാന ചരിത്രത്തിലെ രൂക്ഷമായ വരൾച്ചയാണ് ഇപ്പോൾ നേരിടുന്നത്. സംസ്ഥാനത്തിനുള്ള വെട്ടിക്കുറച്ച ഭക്ഷ്യവിഹിതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് നിവേദനം നൽകാനും മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനം നേരിടുന്ന അതികഠിനമായ വരൾച്ച, റേഷൻ പ്രതിസന്ധി എന്നീ വിഷയങ്ങളാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ചർച്ച ചെയ്തത്. കേരളത്തെ വരൾച്ചാബാധിതമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി സംഘം കേന്ദ്രത്തെ സമീപിക്കാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ചരിത്രത്തിലെ രൂക്ഷമായ വരൾച്ചയാണ് ഇപ്പോൾ നേരിടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയാണ് നമ്മൾ ഈ വർഷം നേരിടുന്നത്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 991.54 കോടി രൂപ അധിക സഹായം അനുവദിക്കണം എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതിനുള്ള മെമ്മോറാണ്ടം കേന്ദ്ര ഗവൺമെന്റ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങളും നല്ല രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കുടിവെള്ളത്തിന്റെ ദുരുപയോഗം പാടില്ലെന്നും ജലവിനിയോഗം ക്രമീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിണറുകളെയും കുളങ്ങളെയും സംസ്ഥാനത്ത് പുനരുജ്ജീവിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റേഷൻ പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിലവിലെ സ്ഥിതിഗതികൾ ചൂണ്ടിക്കാട്ടി പുതിയ നിവേദനം നൽകും. വെട്ടിക്കുറച്ച ഭക്ഷ്യവിഹിതം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ നേരത്തെയുള്ള ഭക്ഷ്യവിഹിതം അനുവദിച്ച് നൽകണം എന്ന ആവശ്യം സർവകക്ഷി സംഘം കേന്ദ്രത്തിൽ പോയി നിവേദന രൂപത്തിൽ നൽകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 2 ലക്ഷം മെട്രിക് ടണ്ണിന്റെ കുറവാണ് സംസ്ഥാനം ഭക്ഷ്യവിഹിതത്തിൽ നേരിടുന്നത്. മുൻഗണനാ പട്ടിക സംബന്ധിച്ചുള്ള പരാതികൾ പരമാവധി പരിശോധിച്ച് തീർപ്പാക്കും. അന്തിമ പട്ടിക പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിജിലൻസ് രാജ് എന്ന ഹൈക്കോടതി പരാമർശത്തെ ഗൌരവമായാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യക്തതയ്ക്ക് വേണ്ടി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ സമീപിക്കും. സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥല മാറ്റത്തിന് പുതിയ മാനദണ്ഡം തീരുമാനിച്ചു. ഒരു കുറ്റവാളിയെയും വിട്ടയക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വിജിലൻസ് രാജ് എന്ന ഹൈക്കോടതിയുടെ പരാമർശത്തെ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നത്. അതേ ഗൌരവത്തോടെ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോടതിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് 2 ഭാഗങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വിധി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ, ഇപ്പോൾ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ്, അദ്ദേഹത്തെ തന്നെ സമീപിക്കണമെന്നാണ്. ഇക്കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കണം. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കേണ്ടത്? കാരണം ഗവൺമെൻറ് ഒരു ഏകപക്ഷീയമായ ഒരു നിലപാടെടുത്താൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും ഉണ്ടാകാം, ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടാകാം. അതെല്ലാം ഒഴിവാക്കാൻ ഹൈക്കോടതി തന്നെ ഇടപെട്ട് ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം. സംസ്ഥാനത്തെ ജയിലുകളിൽ നിന്നും കുറ്റവാളികളെ വിട്ടയക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ശിക്ഷാ കാലയളവ് കഴിയാറായവർക്ക് ശിക്ഷാ ഇളവിനാണ് സർക്കാർ ഗവർണർക്ക് ശുപാർശ നൽകിയത്. എന്നാൽ സർക്കാരും ഗവർണറും തമ്മിൽ നടത്തുന്ന കത്തിടപാടുകൾ മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സാധാരണ നിലക്ക് വിട്ടയക്കാൻ പാടില്ലാത്ത ചില കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള ആരുടെയും കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇളവും കൊടുക്കാൻ പാടില്ല. സാധാരണ നിലക്ക് ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള എഴുത്തുകുത്തായിട്ട് അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അത് സാധാരണ മാധ്യമങ്ങളിലൂടെ പറയേണ്ട കാര്യമായിട്ടല്ല കാണുക.
സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥല മാറ്റങ്ങൾക്ക് സർക്കാർ പുതിയ മാനദണ്ഡം തീരുമാനിച്ചു. സംഘടനാ പ്രതിനിധികളുമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KAS-ൽ സമരം തുടരുകയാണെങ്കിൽ നടപടിയുണ്ടാകും. സർക്കാരിനെതിരെ CPIക്ക് പരസ്യമായി അഭിപ്രായം പറയാം. അവരും കൂടി ഉൾപ്പെടുന്നതാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൻ അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് വിജിലൻസിലെത്തുന്ന പരാതികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് വിജിലൻസ് ആസ്ഥാനത്ത് നോട്ടീസ്. ഇന്ന് ഉച്ചയോടെയാണ് പോസ്റ്റർ പതിച്ചത്. സംസ്ഥാനത്ത് വിജിലൻസ് രാജ് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത്തരമൊരു നോട്ടീസ് പതിച്ചതെന്ന് വിജിലൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. സംഭവം വിവാദമായതിനെ തുടർന്ന് മാധ്യമങ്ങൾ വിജിലൻസ് ആസ്ഥാനത്ത് എത്തിയതോടെ നോട്ടീസ് നീക്കം ചെയ്തു. തിരികെ വാർത്തകളിലേക്ക്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇളവ് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പരിസ്ഥിതി ലോല പ്രദേശം എന്നതിലെ പരിധി 9107 ഹെക്ടറായി നിജപ്പെടുത്താനും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. തൃശൂർ പൂരം എല്ലാ ആചാരങ്ങളോടെ നടത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പൂരം നടത്തിപ്പിന് ആവശ്യമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുമെന്ന് കേന്ദ്രത്തെ അറിയിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ അന്തിമ വിജ്ഞാപനം വരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടിൽ കേരളത്തിന് ഇളവ് നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും കേരളം ഇളവ് ആവശ്യപ്പെടും. കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ വിസ്തീർണം 9107 ചതുരശ്ര കിലോമീറ്ററായി നിജപ്പെടുത്തുന്ന കാര്യവും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പൊതുമരാമത്ത് വകുപ്പിലെ ഡിസൈൻ വിഭാഗവും ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗവും ശക്തിപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളത്തും കോഴിക്കോടും ആരംഭിക്കുന്ന 2 പുതിയ മേഖലാ ഡിസൈൻ ഓഫീസുകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ 18 സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കേരളം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർക്ക് ധനകാര്യ വകുപ്പിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി ശമ്പള പരിഷ്കരണം അനുവദിക്കാൻ തീരുമാനിച്ചു. ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഫയൽ ചെയ്ത കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി SB പ്രേമചന്ദ്ര പ്രഭുവിനെ നിയമിച്ചു. കേരള ബ്ലഡ് ബാങ്ക് സൊസൈറ്റിക്ക് ഭരണാനുമതി നൽകിയ മന്ത്രിസഭായോഗം 13ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് കണ്ണൂരിൽ അന്തർദേശീയ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്തുള്ള ഡ്രെയിനേജുകൾ, ഫീഡർ റോഡുകൾ, ലൈറ്റിംഗിനുള്ള സ്ഥലമെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾക്ക് ഭരണാനുമതി നൽകി. ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭായോഗം ചേരാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആദിവാസി ക്ഷേമ സമിതിയുടെ 4ാം സംസ്ഥാന സമ്മേളനത്തിന് കൊടിയുയർന്നു. സമ്മേളനം മന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. നാളെ പൊതുപ്രകടനത്തോടെ സമ്മേളനം സമാപിക്കും. പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആദിവാസികളുടെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കമാണ് ഉണ്ടായത്. സമ്മേളനം പിന്നോക്കക്ഷേമ മന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ നിലപാടിനെ ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി AK ബാലൻ വിമർശിച്ചു. വനമെന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നതാണ് നിയമമെന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഫോറസ്റ്റുകാരെല്ലാം പറയുന്നത് ശരിയാണ് എന്ന് ധരിച്ചു നിന്നാൽ ഒരു തുണ്ട് ഭൂമി കിട്ടില്ല. ഭരണമെന്ന് പറയുന്നത് ഫോറസ്റ്റുകാർ പറയുന്നത് മാത്രം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ നിയമം നടപ്പിലാക്കുന്നു, അത് പറയലല്ല ഫോറസ്റ്റിൻ്റെ ഉത്തരവാദിത്വം. ഈ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ഭൂമി പ്രശ്നം അങ്ങനെ തന്നെ നടക്കുന്നത്. ഇവിടെയാണ് AKS ശ്രദ്ധിക്കേണ്ടത്. ഭരണമുണ്ട്, അതുകൊണ്ടെല്ലാം നേരെ ചൊവ്വേ തയ്യാറാകും, അർഹതപ്പെട്ടവർക്ക് കിട്ടും എന്ന് ഒരിക്കലും ധരിക്കരുത്. കാരണം ഭരണം എന്ന് പറയുന്നതൊരു പ്രത്യേക സംവിധാനമാണ്. രാജ്യമെമ്പാടും ആദിവാസി ജനവിഭാഗങ്ങൾക്കെതിരെ കടുത്ത ആക്രമണങ്ങളും ചൂഷണങ്ങളും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് AKSന്റെ 4ാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ആരംഭിച്ചത്. 400 പ്രതിനിധികളും 48 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 23-ന് നടക്കുന്ന റാലിയിൽ 5000 AKS പ്രവർത്തകർ പങ്കെടുക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം സെക്രട്ടറി VK മധു സ്വാഗതം പറഞ്ഞു. ത്രിപുര MP ജിതേന്ദ്ര ചൗധരി, B രാഘവൻ, വിദ്യാധരൻ കാണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UP 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. റായ്ബറേലി ഉൾപ്പെടെ 12 ജില്ലകളിലെ 53 മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് നടക്കുക. 680 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. നരേന്ദ്രമോദി, അമിത്ഷാ, രാഹുൽ ഗാന്ധി എന്നിവരുടെ റോഡ് ഷോയോടുകൂടിയാണ് ഇന്നലെ പരസ്യ പ്രചാരണം അവസാനിച്ചത്. കോൺഗ്രസ് അധ്യക്ഷയുടെ ലോക്സഭാ മണ്ഡലമായ റായ്ബറേലി ഉൾപ്പെടെ 53 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച 4ാം ഘട്ട തെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ കഴിഞ്ഞ തവണ 15 സീറ്റുകൾ നേടിയ BSP ഇത്തവണ മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
2012-ൽ സമാജ്വാദി പാർട്ടി 24 സീറ്റുകൾ നേടിയപ്പോൾ BJP 5 സീറ്റുകളിൽ ഒതുങ്ങി. കഴിഞ്ഞ തവണ 6 സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസുമായുള്ള ഇത്തവണത്തെ സഖ്യം 4ാം ഘട്ട മേഖലയിൽ മുൻതൂക്കം നിലനിർത്തുമെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ അവകാശവാദം. അധികാരത്തിലെത്തിയാൽ കാർഷിക വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളുമെന്ന പ്രകടന പത്രിക വാഗ്ദാനം ആവർത്തിച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രചാരണം. എന്നാൽ നരേന്ദ്രമോദി ദളിത് വിരുദ്ധനെന്ന് ആരോപിച്ചായിരുന്നു മായാവതിയുടെ പ്രതികരണം. 680 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇവരിൽ 189 സ്ഥാനാർത്ഥികളും കോടീശ്വരന്മാരും ക്രിമിനൽ കേസുകൾ നേരിടുന്നവരും. തോക്കിൻ മുനയിൽ വോട്ടുറപ്പിച്ച രഘുരാജ് പ്രതാപ് സിംഗ് എന്ന പ്രാദേശിക ഡോൺ രാജാബയ്യ ഉൾപ്പെടെയുള്ളവരും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ സ്വതന്ത്രമായി ജനവിധി തേടുന്നു. മനുശങ്കർ, ദില്ലി. നാദാപുരത്ത് മന്ത്രവാദത്തിനിടെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി MP ഷമീനയാണ് മരിച്ചത്. ശനിയാഴ്ചയായിരുന്നു യുവതിയെ പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ മന്ത്രവാദി നജ്മയെ പോലീസ് പിടികൂടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ഷമീനയെ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മന്ത്രവാദ ചികിത്സയ്ക്കിടെയായിരുന്നു ഇവർക്ക് പൊള്ളലേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രവാദി നജ്മയെ നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം പുനർവിവാഹം പെട്ടെന്ന് നടക്കാനായി ദോഷം മാറ്റുന്നതിന്റെ പേരിലായിരുന്നു മന്ത്രവാദ ചികിത്സ. ഇതിനായി ബന്ധുക്കൾ യുവതിയെ മന്ത്രവാദിയുടെ അടുത്ത് എത്തിക്കുകയായിരുന്നു. മന്ത്രവാദി ചമഞ്ഞെത്തിയ നജ്മ ചികിത്സയ്ക്കായി മണ്ണെണ്ണ വേണം എന്നും ആവശ്യപ്പെട്ടു. മണ്ണെണ്ണ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മണ്ണെണ്ണയ്ക്ക് പകരം പെട്രോൾ ഒഴിച്ച് മൺചട്ടിയിൽ കോഴിമുട്ടയും ചേർത്ത് കത്തിക്കുകയായിരുന്നു. അതിനിടെയാണ് അപകടം നടന്നത്. തീ ആളിപ്പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഷമീന കഴിഞ്ഞ ദിവസങ്ങളിലായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. അതിനിടെയാണ് മരണം സംഭവിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് നാദാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.